ഇത് ചാച്ചാണിപ്പോ ഞാനിത് നമുക്ക് എറിഞ്ഞതാണ്. ചാടി കിടക്കാറോ? നല്ല കോമ്പൊക്കെ നല്ല അടിപൊളി കൂട്ടന്മാരാട്ടോ. ഒരു 3 പേരാണ് ഈ ഒരു പരിപാടി ചെയ്യുന്നത്. ഹായ് 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 ചെയ്യാൻ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്നലെ പമ്പിലേക്ക് കിടന്നൊക്കെ ഉറങ്ങി. ഇനി നമ്മൾ ഇന്ന് പോകുന്നത് ഹോസ്പിട്ട് ഭാഗത്തേക്കാണ്. ഹോസ്പിട്ട് തന്നെ അല്ല പറയുക, ഹോസ്പിട്ട് ഭാഗത്തേക്കാണ് പോകുന്നത്. ഇവിടുന്ന് ഏകദേശം 60 കിലോമീറ്റർ എന്തോ ഉള്ളൂ അല്ലേ, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പമ്പ് ഇന്ത്യൻ ഓയിലിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുവാണ്. രാവിലെ ഒന്നും കഴിച്ചില്ല, ഒന്നും കഴിക്കാനില്ലപ്പോൾ അല്ലേ, ഒക്കെ കഴിഞ്ഞു പോയി. ഞാൻ അവിടെ ചെറിയൊരു പീടിയുണ്ട്, അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കടി എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് നമുക്ക് വഴികാ തന്നെ കുക്ക് ചെയ്യണം. ഇവിടുന്ന് നേരെ ഇറങ്ങിയിട്ട് കുക്കിംഗ് ആണ് ഇനി നമ്മുടെ പരിപാടി. ഫസ്റ്റ് കുക്കിംഗ് കഴിഞ്ഞിട്ട് ആ ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ നമുക്ക് 1-2 വില്ലേജൊക്കെ ഒന്ന് കയറി ഇറങ്ങിയിട്ട് വേണം നമുക്ക് പോവാം. അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണ് തീർച്ചയായും ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാനും കുക്കും നാട്ടിൽ നിന്നും ഓട്ടോറിക്ഷയും കൊണ്ട് ഇന്ത്യ കാണണം എന്ന ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ഓരോ യാത്രയുടെ ഘട്ടമായുള്ള ഓരോ യാത്രയാണത്. ഇത് ഞങ്ങളിപ്പോൾ ഉള്ളത് കർണാടകത്തിലാണ്. കർണാടകത്തിൽ നമ്മൾ ഹൈദരാബാദൊക്കെ പോയി മഹാരാഷ്ട്രയൊക്കെ പോയി, മഹാരാഷ്ട്രയിൽ നിന്ന് ഇപ്പോൾ കർണാടകത്തേക്ക് കയറിയിട്ടുള്ളൂ. ഏതാണ്ട് 10, 17, 18, 20 ദിവസമോ 22 ദിവസമൊക്കെ ആയില്ലേ. ഇന്നത്തെ രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഭയങ്കര ക്ഷീണമാണ്. അതായത് കാതില്ലെങ്കിൽ കാതില്ല എന്നല്ലേ. അപ്പോൾ ഇവിടെ ഇന്ന് വടയുണ്ട്, പിന്നെ എന്താ ദോശയുണ്ട് തോന്നുന്നല്ലേ, അതാക്കണോ? ഏതാ ഉണ്ട്? നമ്മളവിടെ ഇരിക്കാനോ കാരണം രാവിലെ നല്ല ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം നോക്കണ്ട. ആകെ തിരിച്ചും പോകുകയാണല്ലോ. 2 ദോശ, ഒരു ഉഴുന്നുവട, പിന്നെ ചട്നി, ഇതൊരു മസാലയാണ്. ഇത്തരം സാധനങ്ങളാണുള്ളത്. എന്താ അവസ്ഥ ഒന്ന് കഴിച്ചു നോക്കാം. അടിപൊളിയാണല്ലോ അല്ലേ, സൂപ്പറാണ്. അത് കഴിക്കട്ടെ കേട്ടോ. 2 ചായയും കൂടി വേണം. അതായത് ദോശ, 2 ദോശ, ഒരു വടയാണല്ലോ, പിന്നെ ഒരു ചായ എടുത്തതാണ്. അങ്ങനെ രണ്ടാക്കുമ്പോൾ 90 രൂപയാണ് ഇവിടെ വന്നിട്ടുള്ള ചാർജ് എന്ന് പറയുന്നത്. എന്നാലും ഇതൊന്ന് പാകമുണ്ട്. നല്ല ദോശയൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ്. നമ്മളവിടെ ഉണ്ടാക്കുന്ന ഒരു ദോശയുടെ ഒരു ടേസ്റ്റ് അല്ല, അതൊരു കുറച്ച്, അതായത് ഇതൊന്നുകൂടി ക്വാളിറ്റി കൂടിയ ഐറ്റത്തേക്ക് മാറ്റാൻ വെക്കുകയാണെങ്കിൽ. കാരണം ഇവരൊക്കെ ഇതന്നെ ഡെയിലി കഴിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു വ്യത്യസ്തത ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി കഴിയുന്ന ആളുകളാവും. നമ്മളറിയുമ്പോൾ പൊറാട്ട ആയിരിക്കും നമ്മൾ മെയിനായിട്ട്. പൊറാട്ട വേണമെങ്കിൽ നൂൽ പൊറാട്ട, മറ്റേ പൊറാട്ട ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. മുട്ട പൊറാട്ട ആ ടൈപ്പൊക്കെ നമുക്ക് മാറ്റാൻ വേണ്ടി കഴിയുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഈ വെജിറ്റേറിയൻ ഐറ്റംസ് ഇവരൊക്കെ നല്ല രീതിയിൽ മാറ്റങ്ങൾ വരുത്തും. എന്നാൽ പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഒരു ഹൈവേൻ്റെ തൊട്ടപ്പുറത്ത് താഴത്ത് സർവീസ് റൂട്ട് നിർത്തിയത് കാരണം ഇനി നമുക്കങ്ങനെ മുന്നിലേക്ക് പോയി നോക്കാം. നമ്മളുടെ യാത്രയിലുടനീളം ഞങ്ങൾ കാണണം അല്ലെങ്കിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്നത് ഗ്രാമങ്ങളിലൂടെയൊക്കെയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഗ്രാമങ്ങൾ കയറി ഇറങ്ങിയത്. ഇന്നും അത്തരത്തിലേക്ക് ഗ്രാമക്കാഴ്ചകളിലേക്കാണ് ഇന്നും ഞങ്ങൾ കൊണ്ടുപോകുന്നത്. ഈ ഹൈവേയിൽ നിന്നും ഇനി വരുന്ന ലെഫ്റ്റിലേക്കുള്ള പോക്കറ്റ് റോഡ്, അത് നമ്മൾ കയറുവാണ്. ആ റോട്ടിലെ ഗ്രാമം നമ്മൾ കാണുന്നതാണ്. അവിടുത്തെ ഗ്രാമത്തിലെ ആളുകളുമായിട്ട് നമ്മൾ സംവദിക്കുന്നതാണ്. ഇത് പോക്കറ്റ് റോഡല്ല, ഇതൊരു മെയിൻ റോഡ് പോലെ തന്നെയാണ് ഈ റോഡ്. ഇതുവഴിയാണ് ഞങ്ങൾ കയറുന്നത്. ഇതുവഴി കയറിയിട്ട് ഇനി അവിടെ നിന്ന് നമുക്ക് മാറി മാറി പോവാം. കുറച്ച് ടൈമായിട്ട് ഞങ്ങൾ ഇതുവഴി ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. വരുന്ന വഴിക്ക് ചെറിയ ടൗണുകളും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഈ സൈഡിലാണെങ്കിൽ ഒരു തടാകമുണ്ട്, നല്ല മനോഹരമുള്ള തടാകമാണ്. അവിടെ ഗ്രാമീണർ അലക്കുന്നുണ്ട്, കുളിക്കുന്നുണ്ട് അല്ലേ. നമുക്കും വേണമെങ്കിൽ അലക്കാൻ കുളിക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് ഇതെന്ന് പറയുന്നത്. വെള്ളം ഒക്കെ അടിപൊളിയാണ്. അവിടെ ഒരുപാട് പേര് അലക്കുന്നുണ്ട്, കുളിക്കുന്നുണ്ട്. അവിടേക്കൊന്നും ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല, പക്ഷെ നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണത്. പ്രത്യേകിച്ച് കൃഷിയോ അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ കൃഷിയുണ്ട്. കൃഷികളെന്ന് പറയുന്നത് കടലയാണ് വളരെ കൃഷി ചെയ്യുന്നത്. പക്ഷേ ഇതിനൊക്കെ ഇപ്പോൾ തൈ വെച്ചിട്ടേ ഉള്ളൂ. കൃഷികളെ അതൊക്കെ തൈ
മുന്നിക്ക് വന്നപ്പോൾ 2 വഴി, ഇങ്ങോട്ടും വഴിയുണ്ട് ഇങ്ങോട്ടും വഴിയുണ്ട്. ഇത് കുക്കുവിന് തിരഞ്ഞെടുക്കാം ഏത് വഴിയാണ് റൈറ്റാ? ആ ഓക്കെ. അപ്പോൾ നമ്മളിതെല്ലാം റൈറ്റ് തിരിവാണ്. ഗിയർ ചേഞ്ചാക്കി സ്റ്റിയറിങ് തിരിച്ചു കഴിഞ്ഞു. ഇനി നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ പല ഗ്രാമങ്ങളുടെ കാഴ്ചയും ദയനീയമാണ് കേട്ടോ. അത് നമ്മൾ പ്രത്യേകം പറയണമല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ സൗകര്യമായിട്ട് ബന്ധപ്പെട്ട് അതിനെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഇവിടുത്തെ ഗ്രാമീണ കാഴ്ചകളൊക്കെ നമ്മൾക്ക് ഒരു അത്ഭുതമാണ്. അതുപോലെ തന്നെ ഒരു ദയനീയ അവസ്ഥ നമ്മൾക്ക് ഫീൽ ചെയ്യും. കാളവണ്ടികളാണ്, അതായത് കാളകളാണ് ഉഴുത് മറിക്കുന്നത് അല്ലേ? ഇതിപ്പോൾ 3 പേര് നിന്നിട്ടാണ് അവർ ഉഴുത് മറിക്കണേ. അതെ, 3 പേര് നിന്നിട്ടാണ്. 3 പേര് 2 കാളെ. ആ മൊത്തം 5 പേര്. അതെ, കാളകളെയും കൂട്ടുവാണെങ്കിൽ 5 പേര്. അങ്ങനെ 5 പേര് കൂടിയിട്ടാണ് അവര് ഉഴുത് മറിക്കുന്നത്. നമുക്ക് ആ തണലിലിട്ടിട്ട് അവിടെ പോയിക്കാം. ഒരു റിട്ടേൺ വരുമ്പോൾ ശരിക്കും കാണാൻ വേണ്ടി കഴിയും. അതായത് ഇപ്പോൾ നമ്മളുടെ നാട്ടിലൊന്നും ഇത്തരത്തിലുള്ള കാഴ്ചകൾ ഇല്ല. അതായത് ഈ കാള കൊണ്ട് ഉഴുത് മറിക്കുന്ന, നിലം ഉഴുത് മറിക്കുന്ന കാഴ്ചയൊന്നും കാണാനില്ല. തമിഴ്നാട്ടിലൂടെയും ഇതുപോലെ കർണാടകയിൽ, ആന്ധ്രയിൽ, തെലുങ്കാനയിലും അങ്ങനെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കൃഷി വ്യാപകമായിട്ട് ചെയ്യുന്ന മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഉൾഗ്രാമങ്ങളിലൊക്കെയാണ് ഇത്തരം കാളകൾ ഉപയോഗിച്ച് ഉഴുത് മറിക്കുന്നത്. ഇത് അത്തരത്തിൽ വലിയൊരു ഉഴുതുമറിയല്ല. ഇതിൻ്റെ ഇടയിലൂടെ ഇതിലെന്തോ വിത്ത് പാകിയുണ്ടല്ലോ അവർ. ഉണ്ട്. ആ ഇത് കടലല്ലേ? അത് കടലാണ്. അതായത് ഇതിൽ കടലുണ്ട്. ഇതാണ് കടല എന്ന്, കടലൻ്റെ തൈ എന്ന് പറയുന്നത്. ഇതിന് വലുതായി വരണം. അപ്പോഴേക്കും അവർ ഇതിൻ്റെ കറക്റ്റായിട്ട് ഇതിൻ്റെ ഈ ഒരു ട്രാക്ക് ഉണ്ട്, നിങ്ങൾ ട്രാക്കായിട്ട് ഇങ്ങനെ കിടക്കണം. അപ്പോൾ ആ ട്രാക്കിലൂടെ ഇങ്ങനെ കളച്ച് ഇങ്ങനെ ഇത്തരത്തിലേക്കാണ് മണ്ണ് ഇത്ര ഇങ്ങനെ മാടിയിടുകയാണ് അല്ലേ? അതെ, അതാണ് ചെയ്യുന്നത്. അവർ വരുന്നുണ്ട്. നല്ല രസമാണ് കാണാം. അതിന് ബാക്കിൽ കണ്ടാ? ഓ, നല്ല കോമ്പൊക്കെ നല്ല അടിപൊളി കൂട്ടന്മാരാട്ടോ. ഒരു 3 പേരാണ് ഈ ഒരു പരിപാടി ചെയ്യുന്നത്. ഇതിന്റെ അടിയിൽ എന്തോ ഒരു ഇരുമ്പിന്റെ സംഭവം വെച്ചിട്ട് 3 പേരാണ്. എന്താ ഒരു കോടാലി പോലത്തെ അല്ലേ? ആ, കോടാലി പോലത്തെ. എന്നൊക്കെ പറഞ്ഞാണ്ട് അവരങ്ങനെ പോവാണ്. എന്നാ നമുക്ക് പോവാം. പോലെ നല്ല ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത്. ഈ ഗ്രാമങ്ങളോട് വന്നു കഴിഞ്ഞാൽ ഇത്തരം കാഴ്ചകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. നല്ല രസമാണ് ആ കാഴ്ചകൾ എന്ന് പറയുന്നത് അല്ലേ? അതെ. നമ്മളെ വണ്ടി ഒരു ഇലയില്ല മരത്തിന്റെ ചുവട്ടിൽ നിർത്തിയേക്കുവാണ്. ഇത് നെല്ലിക്ക എന്നല്ല, അതിന് ഇലയില്ല മരമാണത്. ഞങ്ങൾ പോവുമായിരുന്നു. അതായത് അവിടെ നിന്ന് കാള ഇത് മറിക്കുന്നവർന്നൊക്കെ പോകുന്നു. അത് അവിടെ ആയിരുന്നു. അവിടെ അങ്ങോട്ട് അങ്ങനെ ഒരുപാട് പോന്നു കഴിഞ്ഞപ്പോൾ പാടത്തുണ്ട് ഉണക്കിയിട്ടുണ്ട്. അതേപോലെ നല്ല മാവ് പിന്നെ ഇതെന്താ വേപ്പ് അല്ലേ? മാവ്, വേപ്പ് അങ്ങനെയൊക്കെ നല്ല തണലാണ്. ഈ തണലിൻ്റെ ചോട്ടിൽ എന്തോ ഒരു പുല്ലുണ്ട്. അതുപോലത്തെ ഇവിടെ ടാർപ്പായയിൽ എന്തോ ഉണക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കടലയാണ്. അത് കടലാണ്. ആ, കടലയാണ് കേട്ടോ. ഇവിടെ ആളുകളൊന്നും കാണാനില്ല. നമ്മൾക്കിത് എന്താ കടല ഇങ്ങനെ ഉണക്കിയിട്ടേക്കുവാണ്. നല്ല രസമാണെന്ന് കാണാണ്ട. എത്ര കടൽ കുരുങ്ങുണ്ടോ? ആ, അങ്ങനെ കടൽ ഇവിടെ ആരുമില്ല, ആളുകളില്ലാതെ നമുക്കിവിടെ നിൽക്കുന്നത് സേഫല്ല. കാരണം എന്താ വെച്ചാൽ അവർ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും നമ്മളിത് കൊണ്ടുപോകാനൊക്കെയാണെന്ന് കരുതിയിട്ട് അവർ തെറ്റിദ്ധരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്നാലും ഒന്ന് വെറുതെ പൊട്ടിച്ച് നോക്കാം അല്ലേ? ആ, കടല വേണ്ട, കടലയാണ്. ആവർത്തനം കേട്ടോ, അയക്കട്ടോ അല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ കടല അങ്ങനെ കടല ഉണക്കിയിട്ടേക്കും. അപ്പോൾ ഇത് ഫുള്ളായിട്ട് കടല ചെയ്തിരുന്നൊരു പാടമായിരിക്കും. അങ്ങനെ ഈ കടല ഇത്തരം തണലുള്ളൊരു നല്ല മരമാണ്. പിന്നെ ഇതുമ്മ നല്ല മാങ്ങയുണ്ട് കേട്ടോ. ഓ, വലിയ മാങ്ങകളൊക്കെ ഉണ്ട് ഇതുമ്മ. കപ്പ്യാങ്ങയാണ്, ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കപ്പ്യാങ്ങ എന്ന് പറയാം. ഈ വലിയ മാങ്ങേനെ മാങ്ങയാണത്. അപ്പോൾ അതിൻ്റെ പുല്ല്, അതായത് ഞങ്ങൾ കടലിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നതിന് മുമ്പ് സ്റ്റാർട്ടിങ്ങിൽ കടലിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. ആവുമലൊക്കെ ഇനിയും ഉണ്ടല്ലോ പറിക്കാൻ. അപ്പോൾ ഇതിലൊക്കെ ഇനിയും ഉണ്ടാവും പറിക്കാൻ. ഇതുണ്ടോ ഇതിൻ്റെ ഇടയിലൊക്കെ ഇതുമലൊക്കെ ഉണ്ടോ? ഇതുമലൊക്കെ ഇനിയും ഉണ്ട് ഇഷ്ടംപോലെ എടുക്കാൻ. എനിക്ക് തോന്നുന്നു അവർ വലുത് മാത്രം എടുക്കുന്നുള്ളൂ എന്നായിക്കാരം.
അങ്ങനെ പറിച്ച് എടുക്കേണ്ടത്, അങ്ങനെ പറിച്ച് എടുത്ത് കൂട്ടിയിട്ടേക്കുവാണ്. പുല്ലാണത് അതിൻ്റെ. ഈ പുല്ല് ഇനി അവരെന്തിനു വേണ്ടി എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയുന്നില്ല. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം പോന്നപ്പോൾ നമ്മൾക്ക് ഗ്രാമത്തിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ വീടുകളുണ്ട്. ഇത്തരത്തിൽ കണ്ട പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ട് വളരെ നല്ല രീതിയിൽ പരിപാലിച്ചാണ് അവർ കൃഷി ഉണ്ടാക്കുന്നത്. കൃഷി എന്ന് പറഞ്ഞാൽ അത് ഇവരുടെ ജീവിതത്തിൽ അലിഞ്ഞു ചേർന്ന സംഭവമാണ്. അതിനിപ്പോൾ ഒരു ഡോക്ടറോ എഞ്ചിനീയറോ അവരുടെ മക്കളെ പഠിപ്പിച്ചാലും അതിനൊപ്പം തന്നെ അവർ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ കൃഷി എന്ന് പറയുന്നത്. ഇവിടെ ഇഷ്ടംപോലെ വീടുകളുള്ള ഒരു വില്ലേജിലേക്കാണ്, ഒരു ഗ്രാമത്തിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ധാരാളം വീടുകളുണ്ട് കണ്ടാ അല്ലേ. വീടുകളൊക്കെ ചെറുതാണ്. ഇവരുടെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ എന്താണ്, ഗ്യാസ് കാര്യമൊക്കെ എല്ലായിടത്തും ഉണ്ട്. മറ്റുള്ള സൗകര്യങ്ങളൊക്കെ എന്താണ് എങ്ങനെയാണെന്നൊന്നും നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നില്ല. ഹൈറ്റ് ഇല്ലാത്ത ചെറിയ വീടുകളായിരിക്കും. അത് തമിഴ്നാട്ടിലൂടെയൊക്കെ പുറത്തേക്ക് പോകാൻ തന്നെ നമ്മൾക്ക് കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണത്, ചെറിയ വീടുകൾ എന്നുള്ളത്. അതുപോലെ തന്നെ എല്ലാ ഗ്രാമങ്ങളിലും ഒരു കോവിൽ അതുണ്ടാവും. ഈ ഗ്രാമത്തിലെ ഒരു കോവിലാണ് ഈ കാണുന്നത്. ഈ ഗ്രാമത്തിലെ ഒരു കോവിലാണത്. നമ്മൾ ഇവിടുന്ന് ഇനി ഏതുവഴി പോകും? ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴികളുണ്ട്. പലചരക്ക അല്ലേ. ഞങ്ങൾ അരി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അരി ഇല്ലാത്തതുകൊണ്ട് ഇവിടെ അരി ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കാം നമുക്ക്. അരി കിട്ടൽ നിർബന്ധമാണ്. ഇവിടെ ഉണ്ടാവോ? ഇതാണ് നമ്മുടെ അരി. ബിരിയാണി റൈസ് ആണെന്ന് അത് പറയുന്നത്. പക്ഷേങ്കിൽ നമ്മൾക്ക് ചോദിച്ചോട്ടെ. ഉണ്ടോ? അരി ഇല്ല കേട്ടോ ഇവിടെ. അരിയില്ലേ? വേറെ പിന്നെ ഒരുപാട് സാധനങ്ങളുണ്ട്, മുട്ടായി അത് ഇതൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ അരി ഇല്ല. ചിക്കൻ മസാല സംഭവങ്ങളൊക്കെ ഉണ്ട്. ദുസ്രാണ് ദുസ്ര റൈസ് നെയ്യാണ്. ഒരു റൈസ് ഇവിടെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് എന്തായാലും പുറത്തേക്ക് കിടക്കേണ്ടി വരും, അല്ലാതെ നമുക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇത് ഇവിടുത്തെ ഒരു ചെറിയൊരു കടയാണ്, ഈ ഗ്രാമത്തിലെ ചെറിയൊരു കടയാണ്. ഇത് നമുക്കാണെങ്കിൽ ഇന്ന് വെക്കാനുള്ള അരി ഇല്ല ഇതിൽ. ഞങ്ങൾ മറന്നതാണ് സത്യത്തിൽ മറന്നുപോയി അരി വാങ്ങിക്കാനായിട്ട്. അരി ഇനിയിപ്പോൾ കിട്ടണമെങ്കിൽ നമുക്ക് പുറത്തേക്ക് കിടക്കണം. അപ്പോൾ ഉച്ചയാകുമ്പോഴേക്ക് കിടക്കണം. ഇപ്പോൾ സമയം 10:30 ആയതുകൊണ്ട് ഉച്ചയാകുമ്പോഴേക്ക് പുറത്തേക്ക് കിടന്നാൽ അരി വെച്ച് ചോറുണ്ണാൻ പറ്റുള്ളൂ അല്ലേ? അതെ. നമ്മളിനി ഇവിടുന്ന് ഏത് വഴിയിലൂടെ പോകണ്ടേ? ഇതിലേയും പോവാൻ വേണമെങ്കിൽ ഇതിലേയും പോവാം. ഇല്ലേ, ഈ ഗ്രാമത്തിൻ്റെ ഒത്ത നടുക്ക് കൂടെയാണ് ഞങ്ങൾ പോകുന്നതെന്നാ. ഇത് ഗ്രാമത്തിൻ്റെ ഒത്ത നടുക്കായി മാറും. ഇവിടെ നിന്ന് അത് അതിൻ്റെ അകത്തുകൂടെ ഒക്കെ പോവാം. പക്ഷേ എങ്കിൽ ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഈ അലക്കലും പിടിക്കലും വീട്ടുകാർ സ്ത്രീകളൊക്കെ ഓരോ വീട്ടുജോലികൾ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഈ സമയത്ത് അതിൽ പോയി കഴിഞ്ഞാൽ അവർക്കതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. അതുകൊണ്ടാണ് ഞങ്ങൾ ഗ്രാമവഴികളിലൂടെ പോയാലും വീടുകളുടെ അടുത്തുകൂടെ ഒന്നും പോവാതെ ഇങ്ങനെ ഇറങ്ങുന്നത്. അത് നമ്മൾ ഗ്രാമത്തിന് പുറത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. അതായത് നമ്മളിപ്പോൾ ഹൈവേയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുവാണല്ലോ. ഇവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് 23 കിലോമീറ്ററാണ് അവിടെ. അല്ല, 23 കിലോമീറ്റർ. ഇത് കണ്ടോ? ഇതുപോലത്തെ വാഹനങ്ങളിലാണ് ഇവിടുത്തെ ആളുകൾ സഞ്ചരിക്കുന്നത് കേട്ടോ. അതായത് ഇവരുടെ ട്രാൻസ്പോർട്ടിങ്, അത് ഇവിടുത്തെ ഗ്രാമങ്ങളിൽ നിന്നൊക്കെ ആളുകൾ അധികം പോകുന്നത് ഇത്തരത്തിലുള്ള വാഹനങ്ങളിലൂടെയാണ്. പിന്നെ ഇത്തരം ചേരികൾ, ഇത്തരം കാഴ്ചകൾ നമ്മൾക്ക് കാണാൻ വേണ്ടി കഴിയും ധാരാളം. വീടില്ലാത്ത ആളുകൾ ഷീറ്റ് കെട്ടി മറച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ നമ്മൾ കാണാൻ വേണ്ടി കഴിയും. അത്തരത്തിലുള്ള ആ ഒരു കാഴ്ച നമുക്ക് വളരെയധികം ബുദ്ധിമുട്ട്, മനസ്സിക്ക് നല്ല ഇടങ്ങേറുണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഒരു ഷീറ്റിൻ്റെ മറയിൽ നിന്നുകൊണ്ടാണ് അവർ അല്ലേ. വിൻഡ് മില്ലിൻ്റെ ലീഫാണ് കാണുന്നത്. അത്തരത്തിൽ വിൻഡ് മില്ലിൻ്റെ ലീഫുകളൊക്കെ ഇതിലെ ഫാക്ടറികളൊക്കെ ധാരാളം ഉള്ളൊരു ഹൈവേ ആണ് ഈ ഒരു ഹൈവേ എന്ന് പറയുന്നത്. ഈ ഹൈവേയിലൂടെ പോകുമ്പോൾ ധാരാളം കാഴ്ചകളാണ് ഞാൻ കാണാൻ പറ്റുന്നത്. കർണാടകയുടെ ഹൈവേയിലൂടെ പോകുമ്പോൾ പ്രത്യേകം കാണുന്ന ഒരു കാഴ്ചയാണ് ഈ ധാന്യങ്ങൾ ഉണക്കുന്നത്. അതെ, നെല്ലാണ്. നെല്ലാണ്. ധാന്യങ്ങൾ ഉണക്കുന്ന കാഴ്ച നമുക്ക് ധാരാളം കാണാൻ വേണ്ടി കഴിയുള്ളൂ.
സൈഡിലിട്ടിട്ടാണ് ഇവർ തുണക്കുന്നത്. അത് എന്താ പറയുക, അതിപ്പോൾ അത്ര നല്ല സംഭവമല്ല, എന്നാലും ഇവരുടെ ഉണക്ക് തന്നെ, അതായത് ഇവർക്കത് ഉണങ്ങുക എന്നുള്ളതാണ് അവരുടെ ആവശ്യം. പക്ഷേങ്കിൽ ശരിക്ക് റോട്ടിലൂടെ വാഹനങ്ങൾ പോകുന്ന റോഡാണ്. അവിടെ ആർക്കെങ്കിലും റെസ്റ്റിന് വേണ്ടി ഒന്ന് സൈഡാക്കണം എന്ന് കരുതിയാൽ അതിനുള്ള സ്പേസിലാണ് അത് അവർ ഉണക്കുന്നത്. ബാംഗ്ലൂർ ഹൈവേയിലാണ്. ഇവിടെ ചെറിയൊരു തുരങ്കം ഉണ്ട് അല്ലേ? ഒരു ചെറിയൊരു തുരങ്കത്തിനുള്ളിൽ കൂടെയാണ് ഞങ്ങൾ പോകാൻ വേണ്ടി പോകുന്നത്. ആ തുരങ്കം കാണാൻ തന്നെ നല്ല രസമുണ്ട്. വളരെ ചെറുതാണ്, അധികം ദൂരമൊന്നുമില്ല. ബസ്സുകളൊക്കെ വരുന്ന വരവേണ്ട ചെറിയൊരു തുരങ്കമാണ്. പക്ഷേ എന്നാലും ഞങ്ങൾ ആദ്യമായിട്ടാണ് തുരങ്കത്തിനുള്ളിൽ കൂടെ പോകുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മളെ ടണലിൽ നിന്ന് പുറത്തേക്ക് ചാടി. വിഷ്ണു എന്താണ്? അതെ, പനന്നൊങ്ക്. ആ പനയാണത്. ഞങ്ങൾ ഇവിടെ റെസ്റ്റ് കഴിക്കുമായിരുന്നു. ചാച്ചാണിപ്പോ ഞാനിത് നമുക്ക് എറിഞ്ഞതാണ്. ഇത് ചാടി കിടക്കാറുണ്ട്. പക്ഷേ ഇത് നല്ലതൊന്നും ആവില്ല. നമുക്ക് അവനെ നൂതനമായിട്ടൊന്ന് പരിശോധിച്ച് നോക്കാം അല്ലേ? നമ്മളെ വട്ടം പരീക്ഷിച്ചാണ്. അത് ക്യാമറ ഇല്ല. അന്ന് കാരാട്ടിന്ന് കാഞ്ഞിരമ്പാടം. ഇത് എങ്ങനെ ഒന്ന് പൊട്ടിക്ക? പൊട്ടിച്ച പൊട്ടിയില് കുട്ടിയ നല്ല ഉറപ്പാണിത്. അത് തേങ്ങ നാളെയോളം പൊളിക്കാനൊക്കെ പൊളിച്ച് കാര്യമില്ല, നല്ല ഉറപ്പാണ്. ഞാൻ ഒരട്ടം പൊളിച്ചാണ്. ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് ചിരണ്ടി അതിൻ്റെ ഇതൊക്കെ ആരൊക്കെ ഒഴിവാക്കിയാണ്ട് എന്താ മട്ടം അന്ന് കൊട്ട തേങ്ങ ഉള്ളു, നല്ല ഉറച്ച തേങ്ങ. പക്ഷെ ഒറ്റടിക്ക് പൊളിയൊന്നുമില്ല. ആ പോളിങ്ങുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും. ഞാൻ കൊണ്ടുപോയിട്ട് അതെ എന്നെ കാര്യം കത്തിയിട്ടാ എന്നെ ഞാൻ ഒരട്ടം ചെയ്തത്. അപ്പൊ ഇത് നമ്മളെ നാട്ടിൽ കൂടെ ഇങ്ങനെ റോഡ് സൈഡിൽ വരുന്ന നൊങ്കല്ലേ ഇത്? അത് ഇതിന്റെ ഇളയത്. ഇത് ചാടിയതാണ്. അപ്പൊ ഇത് നമ്മളത് കുടിക്കണ ഇളനീര് പോലെ. ഇതപ്പൊ തേങ്ങയായി. തേങ്ങയെക്കാളും പവറായി ഇതിന്. തേങ്ങ നേരം വരെ ഭക്ഷണം കഴിച്ചില്ല കേട്ടോ. ഭക്ഷണം കഴിക്കാറുണ്ട്. ഇപ്പൊ 1:30 ഹോട്ടലൊന്നും റെസ്റ്റോറൻ്റൊന്നും കാണില്ല. പോരുന്നേക്ക് ധാബകൾ ഉണ്ടായിരുന്നു. ഇനി ഇവിടെ ഒരു ധാബ ഉണ്ട്. ആ ധാബയിൽ നിന്ന് ഭക്ഷണം കഴിച്ച് പോവാം അല്ലേ? പോകുന്ന വഴിക്ക് ഇവിടെ തന്നെ കാരണം ഇവിടെ തന്നെ അല്ല, 2 കിലോമീറ്ററൊക്കെ ഉണ്ടോ? നാടിയൊക്കെ പൊട്ടുവോ? കുഴപ്പമില്ല. ഇന്ന് വെയിറ്റ് ഉണ്ടാവില്ല, അന്നത്തെ നാത്തോടെ വെയിറ്റ് ഉണ്ടാവില്ല. അതെ, സംഭവം ഇവിടെ റൈസ് ഇല്ല, വെറും മട്ടൻ എന്നാവും മുമ്പ് പറയുന്നത്. മട്ടൻ ഞങ്ങൾ കഴിക്കാറില്ല. പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടം ബീഫാണ്. അതിപ്പോൾ ചോദിക്കാൻ പറ്റല്ലോ. നമ്മളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ കമ്പി പോട്ട് കോർക്കും, പറയാൻ പറ്റില്ല. നമ്മൾക്ക് നല്ലൊരു റെസ്റ്റോറൻറ്റ് കിട്ടുവാണെങ്കിൽ നല്ലൊരു ബിരിയാണിയൊക്കെ കഴിക്കുമായിരുന്നു. ഞാനതൊക്കെ കരുതിയ, പക്ഷേ എങ്കിൽ റെസ്റ്റോറൻ്റ് ഒന്നും കാണാനില്ല. അതാക്കണ ഫാമിലി റെസ്റ്റോറൻറ്റ്. നമ്മളതിൽ റൂട്ട് എടുത്തിട്ട് പോവാം. അപ്പുറത്താക്കണം ഫാമിലി റെസ്റ്റോറൻറ്റ് കാണും. ഇങ്ങനൊരു ബുക്ക് എന്നാണ് ഇതേ, കണ്ടമാന സാധനമുണ്ട്. ഞാൻ എന്തോ ഒരു സാധനം ഓർഡർ ചെയ്തേക്കത്. അത് റൈസാണ്, അതായത് വൈറ്റ് റൈസും ചിക്കൻ മസാലയാണ് ഓർഡർ ചെയ്തത്. എനിക്ക് തോന്നുന്നതിൽ നമ്മൾ കണ്ട് കേട്ട് പരിചയമുള്ള സംഭവം ഇപ്പോൾ അതൊക്കെ ഉള്ളൂ. നമ്മൾ വല്ല പുറത്തുനിന്ന് ഇവിടെ ഒന്നും വല്ല കഴിക്കില്ലല്ലോ. നമ്മളെപ്പോഴും നമ്മൾ തന്നെ കുക്ക് ചെയ്യലല്ലേ. പക്ഷേ ഇന്നൊന്ന് കഴിച്ചു നോക്കാമെന്ന് കരുതിയപ്പോൾ കഴിച്ച് നോക്കാമെന്ന് കരുതിയതാണ്.
അതാണെങ്കിൽ ഇങ്ങനെയായി. ഞാനൊരു ബിരിയാണിയൊക്കെ കിട്ടുന്നില്ല, പക്ഷെ ഒരു ബിരിയാണി ഒന്നും ഇവിടെ അത്ര വലിയ സംഭവമായിട്ട് പോകുന്നില്ല. ഏതായാലും വരട്ടെ, കണ്ടു നോക്കാം അല്ലേ. ഓക്കെ, സംഭവം എത്തിയിട്ടാ. റൈസ് ചിക്കൻ കറി ഇന്ന് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ മടി കാരണം ഇന്നത്തെ ദിവസം. പിന്നെ ഇപ്പോൾ ഇന്ന് രാവിലെ അതായത് പുറത്തുനിന്നാണ് കഴിച്ചത്. അപ്പോൾ പിന്നെ ഫുള്ള് പുറത്തുനിന്നായിക്കോട്ടെ എന്നുള്ള കരുതി. ഇന്നത്തെ ദിവസമല്ലേ? അതെ എന്നാൽ പിന്നെ കഴിച്ചു നോക്കാം അല്ലേ. ഈ മസാല ഹാഫിന് 200 റുപ്യ. ചിക്കന് ഹാഫിന് 200. പുള്ളിനൊക്കെ എന്തെങ്കിലും ക്വാർട്ടറിനാവും കുറവുണ്ടാവുക. ഹാഫിന് 200 റുപ്യ. അങ്ങനെ ടോട്ടൽ 340 രൂപ ഉച്ച ഭക്ഷണം. രാവിലത്തെ 90. അപ്പോൾ എത്രയായി? 430 രൂപ. ഈ രാത്രിക്കത്തെ ഭക്ഷണം കൂടി ഉണ്ട്. ഇത്തരം യാത്രകളിൽ അതുകൊണ്ടാണ് എല്ലാവരും ബുക്ക് ചെയ്തൊക്കെ പോകുന്നത്. നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ട സാധനം വാങ്ങിച്ച് ബുക്ക് ചെയ്താൽ പോലും ഇപ്പോൾ ചിക്കനാകുമ്പോൾ നമ്മൾ രണ്ട് പ്രാവശ്യമായിട്ട് വെച്ചില്ലേ? അതിലൊക്കെ ചിക്കന് പ്രാവശ്യം വന്നത് 110, പിന്നെ പ്രാവശ്യം വന്നത് 150 അല്ലേ? അതിക്ക് വലിയ മസാല കാര്യമൊക്കെ ആൾറെഡി നമ്മുടെ അടുത്തുള്ളതായിരുന്നു. പിന്നെ റൈസ് നമ്മുടെ അടുത്തുണ്ട് ഓൾറെഡി. അപ്പോൾ ആ ചിക്കൻ്റെ പൈസ മാത്രമേ വന്നുള്ളൂ. അതാണ് ഞങ്ങൾക്കും വേണ്ടോളം 2 നേരം കഴിക്കാനുള്ളതായിരുന്നു. അപ്പോൾ അതാ പറഞ്ഞത്, നമ്മൾ ഈ പുറത്തുനിന്ന് ഇന്നിപ്പോൾ ഒരു പൂതിൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് കഴിച്ചു തന്നെ ഉള്ളത്. 340 റുപ്യ. ഇനിയിപ്പോൾ ഇന്ന് രാത്രിയൊക്കെ ഉണ്ട്. അപ്പോഴേക്കും എന്തായാലും ഇന്നൊരു 600 റുപ്യ ഉണ്ടാവും ഇത് കരുതണേ. ആവുമ്പോൾ എന്നാൽ മതി. കുഴപ്പമൊന്നുമില്ല, ഭക്ഷണം കഴിച്ചതിനല്ലേ. പക്ഷേങ്കിൽ ഞാൻ പറയാം, ഇത്തരം യാത്രകൾ പോരുമ്പോൾ നമ്മൾക്ക് ഏറ്റവും നല്ലത് നമ്മൾ തന്നെ കുക്ക് ചെയ്ത് കഴിക്കുക. അതിനിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇപ്പം ഞങ്ങളിപ്പോൾ ഇറങ്ങിയിട്ടൊരു 20 ദിവസമൊക്കെ ആയി അല്ലേ? ഈ 20 ദിവസമൊക്കെ ആയ സ്ഥിതിക്ക് ഞങ്ങൾക്ക് ഒരു ദിവസം പുറത്തുനിന്ന് കഴിക്കാമെന്ന് കരുതി. അതുകൊണ്ട് കഴിച്ചതാണ്. ഹൈവേയിൽ പോയി മടുത്ത് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഒരു 75-80% ഹൈവേ തന്നെ കിടക്കുവാണ്. നമ്മൾ ഇവിടുന്ന് സർവീസ് റോഡ് കയറുവാണ്. ഈ സർവീസ് റോഡ് കയറിയിട്ട് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് റോഡ് കാണുന്നുണ്ട്. അപ്പോൾ അതുവഴി അങ്ങനെ പോയി നോക്കാമെന്ന് കരുതിയിട്ടാണ് കയറുന്നത്. കുറച്ച് നേരം ഒന്ന് ഫ്രീ ആയിട്ട് ഗ്രാമങ്ങളുടെ കാഴ്ചയൊക്കെ ഒന്ന് കാണട്ടെ. അപ്പോൾ വൈകിട്ട് 4 മണി ആവാറായി. ഹൈവേ ഇതുവഴിയാണ് പോകുന്നത്. ഹൈവേയിൽ നിന്നും മാറി പോവാണ് ഞങ്ങൾ. ഗ്രാമത്തിലേക്ക് കയറി ഗ്രാമത്തിൻ്റെ കാഴ്ച അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. നമുക്ക് അതുവഴി പോയോക്കണം. അതിൽ പോയോക്കിയാൽ അടിപൊളിയായിരിക്കില്ല പരിപാടി. അതിലെ കാളവണ്ടി നിർത്തിയാണ് ഞങ്ങൾ പോകുന്നത്. യൂട്യൂബേഴ്സ് പിള്ളേര് കളിക്കണോ? ഹായ്, ചെറുക്കൻ ചീത്ത അറിയണടാ. പേരെന്നോ? പേര് ഫോട്ടോ ആടാ. മുട്ടായി ഒന്നുമില്ലല്ലോ? ബിസ്ക്കറ്റ് ഉണ്ടായില്ല? ഇല്ലല്ലേ, ബിസ്ക്കറ്റും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ഗ്രാമത്തിൽ കയറിയപ്പോൾ ഇവിടെ ഒരു കന്നുകാലികളുടെ ഒരു ഏരിയ ആണല്ലേ. ഗ്രാമത്തിനകത്ത് ഇവിടെ നല്ല രസകരമായ കാഴ്ചയാണ്. ഇതിപ്പോൾ ഗ്രാമത്തിൽ നടുക്ക് പെട്ട പോലെ ആയോ? വഴിയില്ലാതെ ആയോ? ഇതിലെയോ? നമ്മൾ ഇതിലെ പോയാൽ ഞങ്ങൾ ഇതുവഴി പോവാന്നാണ് കരുതുന്നത്. ഇത് പക്ക ഗ്രാമത്തിൻ്റെ ഏറ്റവും ഒത്ത നടുക്കിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. വീടുകളൊക്കെ ഉണ്ട്, എല്ലായിടത്തും ബൈക്കും കാര്യമൊക്കെ ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉള്ള സ്ഥലങ്ങൾ തന്നെയാണ്. പക്ഷേങ്കിൽ വീടുകൾ ചെറുതായിരിക്കും. വെള്ളം വേണം നമുക്ക്. നമുക്ക് വെള്ളം 5 രൂപ കോയിന് വേണം വെള്ളം കിട്ടണമെങ്കിൽ. വെള്ളം വേണം. ഒരു 5 രൂപ കോയില്ല എൻ്റെ അടുത്തില്ലേ? എനിക്ക് തന്നില്ല 5 റുപ്യ. ഗ്രാമത്തിൻ്റെ ഒത്ത നടുക്കാണ് നമ്മളുള്ളത്. ഇപ്പോൾ ഗ്രാമത്തിൻ്റെ അടുത്ത് നമുക്ക് ഇവിടെ നിന്ന് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് കുക്കുവിൻ്റെ വില 5 രൂപ കൊടുത്തിരുന്നു കേട്ടോ. നമ്മൾ ആദ്യം ഓട്ടോ ലൈഫ് ആദ്യമല്ല, നമ്മൾ വിജയവാഡൊക്കെ പോയ ടൈമിൽ നമ്മൾ ഇതേപോലെ കോയിൻ ബൂത്തിൽ പൈസ ഇട്ടിട്ടായിരുന്നു നമ്മൾ വെള്ളം എടുത്തിരുന്നത്. പക്ഷേങ്കിൽ ഇന്ന് കുക്കുവിന് ഞാൻ 5 രൂപ കൊടുത്തിരുന്നു. 5 രൂപ കാണാനില്ല. അപ്പോൾ
ഇവിടെ ഇങ്ങനെ കണ്ട കോലം കെട്ടിയിട്ടുണ്ട വീടിൻ്റെ മുന്നിലൊക്കെ എല്ലാ വീടുകളുടെ മുന്നിൽ ഇതൊക്കെ വീടുകളാണ്. എല്ലാ വീടുകളുടെ മുന്നിൽ കോലം കെട്ടിയിട്ടുണ്ട്. കോയണില്ല ಕಾಯಿನ್ಗೆ 6 ರೂಪಾಯಿ ಕೊಡಕ್ಕೆ 6 ರೂಪಾಯಿ 6 ರೂಪಾಯಿ ಕೊಟ್ಟರೆ ಒಂದು ಕಾಯಿನ್. ಹಾಂ ಮತ್ತೆ ಈ ಚಾಕ್ಲೇಟ್ ತಗೊಂತ ನಾನು ഒരു 5 മുട്ടായി വാങ്ങി. പക്ഷേ ഇവിടെ ഇഷ്ടംപോലെ കുട്ടികളുണ്ടല്ലോ അല്ലേ? ഇവിടെ ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. 1 റുപ്യ കൊടുത്താണ്ട് 5 റുപ്യ തരും കേട്ടോ മൂപ്പര്. അതാ വാങ്ങിക്കോ എല്ലാവരും കൊടുക്കും. അപ്പൊ ഇവർക്ക് മുട്ടായി കൊടുത്തപ്പോ ഇവര് നമുക്ക് നല്ല നമ്മുടെ കൂടുതലായിട്ട് പിള്ളേര് എല്ലാരും അപ്പൊ നേരത്തെ തന്നോ കൊടുത്ത മുട്ടായി കൊടുത്ത നേരത്തെ തന്നതൊക്കെ പാർക്കാ നേരത്തെ കിട്ടിയില്ലേ? ഓക്കെ ഫുൾ കിട്ടിയില്ല. കുട്ടികൾക്ക് മുട്ടായി വാങ്ങിയ തികഞ്ഞിട്ട് ഇവിടെ ഒരുപാട് പേരുണ്ട്. ഞങ്ങൾ ആകെ 5-6 വാങ്ങിയിരുന്നു. പക്ഷേ എങ്കിൽ ഇപ്പോൾ ആരൊക്കെ ആളുമ്മ 2 വാങ്ങിയ ആളുകളുണ്ട്. ഇവൻ ആളുമ്മ 2 വാങ്ങിയിട്ടാ പറ്റുന്നത്. അങ്ങനെ പറ്റും. ഓക്കെ ആ ഇത് നമ്മൾ ഇന്നലെ എടുത്തിരുന്ന വെള്ളമാണ്. പക്ഷേ എങ്കിൽ ഈ വെള്ളം നമുക്ക് കളയാം. അതിൽ ഉൾഭാഗമൊക്കെ കണ്ട ഇതൊന്ന് ഉഷാറായിട്ട് കഴുകിയിട്ട് വേണം കളയാം. എന്താ അതിൽ കൊള്ളൂലേ? ആ പക്ക. ഇത് നമ്മൾ ഇതിലെ ഇട്ട് കൊടുക്കാം. ഓക്കെ വെള്ളം വരൽ തുടങ്ങിയിട്ടുണ്ട്. വെള്ളം വരുന്നുണ്ട്. ഇതിങ്ങനെ കോയിൻ ബൂത്താണ്. ഇതിൽ 5 രൂപ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം വരും. 5 റുപ്യക്ക് എത്ര വെള്ളം കിട്ടും അത്രയും വെള്ളം നമുക്ക് എടുക്കണം. 5 റുപ്യക്ക് 25 ലിറ്റർ വെള്ളമാണ് ഉള്ളത്. അപ്പോൾ അത് 25 ലിറ്റർ നമ്മുടെ ക്യാനപ്പം 30 ലിറ്റർ ഉണ്ട് അല്ലേ? ഇതിനടപ്പത് അവിടെ ഫുൾ സെറ്റായി. വെള്ളത്തിൻ്റെ കാര്യം തീർന്നു. അപ്പോൾ ഇനി ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് പോയി നോക്കാം. അതിലെ വഴി ഉണ്ടെന്നൊക്കെ തോന്നുന്നത്. അതുവഴി പോയി നോക്കാം. പോലെ പോവാം. ഓക്കെ ബൈ. അതിലെ ഉള്ളിക്കുള്ളിക്ക് അങ്ങനെ വഴികളാണ്. ഇപ്പോൾ ഇതിലേതായാലും ഉള്ളിക്കുള്ളിക്ക് വഴികളാണ്. ഇടയിൽ ഈ റോഡിനാണ്ട ചാല്. ഇതിലെ ചാലുണ്ടോ? ഈ ചാല് ഇവിടുത്തെ എന്താ വേസ്റ്റ് വെള്ളം പോകാനുള്ളതാണ്. ഇതുവഴി വേസ്റ്റ് വെള്ളം അങ്ങനെ പോകാനുള്ളതാണ്. ഇതിലെങ്ങനെ റോഡ് പല വഴിക്ക് ഒരു ചേരി പോലെയാണ് ഇതൊക്കെ. ഒരു ചേരിയായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. ഇതിപ്പോൾ ഒരു ഹാൾ ഏരിയയില്ലേ, ഒരു മീറ്റിംഗ് ഏരിയ പോലുള്ള ഏരിയയൊക്കെ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ വില്ലേജിൻ്റെ ഒത്ത നടുക്കാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ എങ്ങനെ പുറത്തേക്ക് ആടാന്ന് അറിയില്ല. അതിലാണ് അല്ലേ നമ്മൾ വന്ന വഴി? അതല്ലേ നമ്മൾ ഇങ്ങോട്ടല്ലേ പോണ്ടേ? ഇവിടെ എന്തൊരു ഉത്സവം കഴിഞ്ഞതാ? ഒരു രഥമാണല്ലേ? ഇതൊക്കെ അവർ കെട്ടി വലിക്കുന്നുണ്ടാവാം. അടിപൊളിയാണ് രഥം കാണാനൊക്കെ. നമ്മളൊരു ടൗണാണ്. ഇവിടെ ഒരു ടൗണാണ്. ഈ ഒരു ടൗണിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മൾ സത്യം പറഞ്ഞാൽ വലിയൊരു ജംഗ്ഷനിലേക്ക് എത്തിയത് അല്ലേ? വലിയൊരു ജംഗ്ഷനിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഞങ്ങൾ ഇവിടുന്ന് വാങ്ങണ്ടെന്ന് കയറി പോവുകയായിരുന്നു. പക്ഷേ ഇവിടുന്ന് വാങ്ങിയിട്ട് പോകാം. അല്ലാന്നാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇവിടുന്ന് കിട്ടുക അറിയില്ല അല്ലേ? അതെ ഇവിടെ ഗൂഗിൾ പേ ഇല്ല. ഗൂഗിൾ പേ ഉണ്ട് അല്ലേ? ഓക്കെ 1 കിലോ അരിക്ക് 70 റുപ്യ. അതെ 1 കിലോ അരിക്ക് 70 റുപ്യാണ്. ബാക്കിയുള്ള സാധനത്തിൻ്റെയൊക്കെ എന്താ നോക്കട്ടെ. അപ്പോൾ വാങ്ങിയിട്ട് ഞാൻ പറഞ്ഞിരുന്നത് അരിക്കൊക്കെ ഭയങ്കര വിലയാണ്. ഇവിടുത്തെ അരി നമ്മളെ അരിയല്ല, വേറൊരു അരിയാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയ മതി ആ ബിരിയാണി റൈസ് അല്ല ഞങ്ങൾ വാങ്ങുന്നത്. ഇത് വേറെയാണ്. ആകെ 3 സാധനം വാങ്ങി. 3 സാധനം വാങ്ങിയതിന് 320 രൂപ. ഇതും അറിയാം. ഇത് 3 കിലോ കറക്റ്റ് ചെയ്യുക. മുളകും പൊടിയൊക്കെ കഴിഞ്ഞു. പിന്നെ കുളിക്കലൊന്നുമില്ല. എപ്പോഴേലൊക്കെ ഒരു കുളിക്കലുള്ളൂ. ആ കുളിക്കണ നേരത്തെ സോപ്പ് വെച്ചാൽ കുളിക്കരുത്. പോയൊന്ന് വാങ്ങി. എന്നാൽ പിന്നെ ഞങ്ങൾ ഹൈവേയിൽ കയറിയുണ്ട്. ഇനി നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം 5 മണിയായി. അപ്പോൾ ഇനി നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു സ്പേസ് തപ്പണം. ഇനിയിപ്പോൾ നമ്മൾ ഗ്രാമങ്ങളിലൂടെ കയറാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല ഇന്നത്തെ ദിവസം. കാരണം ഇനി കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇറങ്ങാൻ ടൈം കുറേ എടുക്കും. എത്ര കണ്ടാവില്ലേ? അത് നടക്കുന്നില്ലല്ലോ ഈ സാധനം.
ഞങ്ങൾ വണ്ടിയിൽ പോകണുണ്ടോ നിങ്ങള് ലേയിൽ കൂടെ? ആദിത്യ. ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്റ്റേ എന്ന് പറയുന്നത് ഇന്ത്യൻ പെട്രോൾ പമ്പ്, ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പിലാണ്. അപ്പോൾ ആദിത്യൻ ഇവിടുത്തെ ഒരു സ്റ്റാഫാണ്. അപ്പോൾ നമ്മൾക്ക് ഇന്ന് ഇവിടെയാണ് സ്റ്റേ. ഇവിടെ എന്താ വെച്ചാൽ പുതിയ കട്ട വിരിച്ച് അല്ലേ, മാസ് ഫാമി ഇപ്പോൾ കഴിഞ്ഞ പോലെയാണ്. പെട്രോൾ ഫാമി ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത്രയും പുതിയ ഒരു പെട്രോൾ പമ്പാണ്. എല്ലാ കാര്യങ്ങളും ക്ലിയറായി വരുന്നതേ ഉള്ളൂ, വെള്ളം കാര്യം. പക്ഷേ എങ്കിലും ഒരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾക്കിന്ന് രാത്രി നമ്മൾ പുറത്തുനിന്നാണ് ഇതുവരെ ഫുഡ് കഴിച്ചത്. അപ്പോൾ രാത്രിക്കത്തെ ഫുഡ് നമ്മുടെ കയ്യിലില്ല. ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ ഡാബ, അപ്പോൾ ഇവിടുന്ന് 1 കിലോമീറ്ററിന് ഡാബ ഉണ്ട്. പക്ഷെ നമ്മൾ റൈസും കാര്യമൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടല്ലോ. ഇവിടെ പുറത്ത് എവിടെയെങ്കിലൊക്കെ ഇട്ട് കുക്ക് ചെയ്തിട്ട് കഞ്ഞി കുടിച്ചാൽ മതി എന്നൊരു ധാരണ ഉണ്ട്. കരഞ്ഞും പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ താല്പര്യമല്ല. ആൾറെഡി ഉച്ചയ്ക്ക് കഴിച്ചിട്ടുള്ള ആ ഫുഡ് തന്നെ ഉണ്ടല്ലോ, അതിനെ ദഹിച്ചില്ല. ഇപ്പോൾ അതിനെ ടൈറ്റായി കിടക്കുവാണ്. അതെന്താ വെച്ചാൽ നമ്മുടെ കഞ്ഞി കുറച്ച് ചൂട് കഞ്ഞി ഉണ്ടാക്കി കുടിക്കുവാണെങ്കിൽ കുറച്ച് ഉന്മേഷം കിട്ടും. നല്ല ഉപ്പിട്ട് നല്ല മുളകും ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ നക്കിയാൽ അടിപൊളി കാണാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ നൈറ്റിലെ സ്റ്റേ എന്ന് പറയുന്നത് ഇന്ത്യൻ ഓയിലിൻ്റെ ഈ പബ്ബിലാണ്. ഇവിടെ നമ്മൾ നിൽക്കാൻ പോവുകയാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് കർണാടകത്തിലാണ്. കള്ളദേവർപുര എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. പമ്പിൻ്റെ മേൽഭാഗത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ കുക്ക് വരി കഴിക്കുന്നുണ്ട്. നമ്മളെന്താ വെച്ചാൽ ഇവിടെ എവിടെയെങ്കിലും വെച്ച് കുക്ക് ചെയ്യാം. ഞാൻ അടുപ്പ് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ട് കുറച്ച് ഇവിടെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് വെച്ചിട്ട് ഇവിടെ നിന്ന് കുക്ക് ചെയ്യാം. ഇവിടെ മതി, ഇവിടെ നല്ല സ്ഥലം. ഇരുടാകുമ്പോഴേക്ക് പരിപാടി തീർന്ന് ഇറങ്ങണം. പിന്നെ അടുപ്പ് കത്തിക്കാം. ഓക്കെ, അടുപ്പ് കത്തി കുക്ക് അവിടെ നിന്ന് കുടുക്ക തന്ന്. കുടുക്കയിൽ സാധനം ഉണ്ട് കേട്ടോ, അരിയുണ്ട്. അരി ഇട്ട് വെച്ചേക്കുവാണ്. ഉണ്ടാ അരിയുണ്ട്. ഓക്കെ, ഇനി അവൻ കിടന്ന് വേവട്ടെ. കുക്കിന് ഇങ്ങോട്ട് വരുന്നുണ്ടാവും. ചട്ട ഉണ്ട് അവിടെ, ആ ചട്ട ഒന്ന് വെക്കണം. കാറ്റ് എടുക്കുന്നുണ്ട് കണ്ടാ, തീനെ കാറ്റ് ഇങ്ങനെ നൈസായിട്ട് എടുക്കുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടാണ് കാറ്റ്, കണ്ടാ കാറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ ചട്ട ഒന്ന് വെക്കാം. ഇത് പുതിയ അരിയാണ്, ഇതിൻ്റെ വേവ് നമുക്കറിയില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നോക്കേണ്ടി വരും. അവിടെ കണ്ടത് ചന്ദ്രൻ ഉദിച്ച് നിൽക്കുന്നു. അതെ, സൂര്യൻ താന്ന്. പിന്നെ കഴിച്ച് ആ കാണുന്ന മലനിര ഉണ്ടല്ലോ, നിങ്ങൾക്ക് കാണാൻ വേണ്ട കയ്യിലോണ്ട്. ഈ കാണുന്ന ഈ മലനിരയിൽ നിറച്ച് വിൻഡ് മില്ലാണ്. കാണാൻ പറ്റുന്നുണ്ട് ഇതിൽ? ഇല്ല, നൈസായിട്ട് കാണാം അല്ലേ. അതായത് അതിൽ നിറച്ച് വിൻഡ് മില്ലുകളാണ് അതിൽ സ്ഥാപിച്ചിട്ടുള്ളത്. അത് എല്ലാം കറങ്ങുന്നുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. അതിലൊരു പക്ഷി ആകാശത്തൂടെ അങ്ങനെ പറന്നു പോകുന്നുണ്ട്. വളരെ മനോഹരമായ കാഴ്ചയാണ്. ഉച്ചക്ക് രാജകീയ ഭക്ഷണമായിരുന്നു. രാത്രിയേക്ക് രാജകീയ ഭക്ഷണമൊന്നുമില്ല, കഞ്ഞിയല്ലേ. അപ്പം എന്താ വെച്ചാൽ കഞ്ഞിയിലേക്കൊന്നുമില്ല, നമ്മളൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. അതൊരു ഞങ്ങൾ നാട്ടിൽ സാധാരണ അതേമാതിരി വീട്ടിലൊറ്റയ്ക്കൊക്കെ ആകുമ്പോൾ കഞ്ഞിയൊക്കെയാണ് കുടിക്കുന്നതെങ്കിൽ, ഒറ്റയ്ക്കാവൊന്നും വേണ്ട, അല്ലെങ്കിൽ കഞ്ഞിയൊക്കെയാണ് കുടിക്കുന്നതെങ്കിൽ ഇതുപോലത്തെ ഒരു ഉള്ളി ചമ്മന്തി പോലെ അല്ലേ, അങ്ങനെ സംഭവം ഞങ്ങളിങ്ങനെ മുളകും പൊടി ഇട്ടാണ്ട് ഉണ്ടാക്കാറുണ്ട്. ഇത് ഒരു എളുപ്പം പണിയാണ്. പിന്നെ ടേസ്റ്റിയാണ്. കുറച്ച് സുർക്കൊക്കെ വേണം അതൊക്കെ, ഒന്നുകൂടി ഉഷാറാവും. സുർക്കല്ലാത്തതുകൊണ്ട് നമ്മൾ തൽക്കാലം വെളിച്ചെണ്ണ തന്നെ ഉപയോഗിച്ച് ചെയ്യാം. ഇത് ഒരു വലിയുള്ളിയാണ്. വലിയുള്ളി എടുത്തിട്ട് ഇതേപോലെ ചെറിയ നമ്മളെ ആംപ്ലേറ്റിക്കൊക്കെ ഇടുന്ന അതിൽ ചെറിയ പീസാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ പരിപാടി മുളക് ഉണ്ടായിക്കോട്ടെ. ഇതൊക്കെ വലിയൊരു പണി തന്നെയല്ല. അതെന്താ വെച്ചാൽ പെട്ടെന്ന് ഇവിടെ ചെയ്യാൻ വയ്ക്കും. കോക്കനട്ട് ഓയിൽ മറ്റേത് വേണ്ടല്ലോ. ഏതാണ്? അത് വേണ്ട. കോക്കൂനെ എങ്ങനെ ഒഴിച്ചു കൊടുത്താൽ കോക്കോടെ ഇങ്ങനെ കിടക്കും. കോക്കിനെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. പോരാ. ഇനി വലിയ വൃത്തിക്കാരൊക്കെ ആണെങ്കിൽ വല്ല സ്പൂണും കാര്യമൊക്കെ എടുക്കുക. ഇപ്പം ഞങ്ങൾക്ക് തന്നെ തിന്നാനായതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്പൂൺ ഉപയോഗിക്കാതെ കൈ ഇങ്ങനെ ഒന്ന് കേൾക്കുക. ഞാൻ കഴിഞ്ഞിട്ടോ. അതിനല്ല, എന്നിട്ട് ഇത് ചോറ് ഉരുള കുഴക്കുന്നത് പോലെ ഇങ്ങോട്ട് കുഴക്കാം.
അപ്പോൾ ഞങ്ങളുടെ രാത്രി ഭക്ഷണം എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം ഇങ്ങനെയാണ്. ഇനി നമ്മൾ ബെഡ് വിരിക്കുന്നു, കിടക്കുന്നു. ഭക്ഷണം കഴിച്ചിട്ട് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കിടക്കുള്ളൂ. 1 മണിക്കൂർ എന്ന് പറഞ്ഞപ്പോൾ സമയം എന്ന് പറയുന്നത് 10:15 ഞങ്ങളുടെ കോളിങ്ങും അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടെ കുറച്ച് നേരം വന്നിട്ട് ഇരിക്കും. ഞാൻ ആ ടൈമിൽ എഡിറ്റ് ചെയ്യും. പിന്നെ കോളിംഗ് ഉണ്ടാവും, കുറേ ഇവിടെ ഇരിക്കും, കുറേ അവിടെ ഇരിക്കും, അതിലൊക്കെ നടന്നു നോക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നൈറ്റ് ലൈഫിലുള്ളൂ. പിന്നെ കുക്കിങ് കാര്യമൊന്നും ഇല്ലല്ലോ, പമ്പിലായതുകൊണ്ട് അത് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്നത്തെ ദിവസത്തിൽ ഇനി കിടക്കണത് കൂടി കാണിക്കുന്നില്ല. കാരണം എല്ലാമൊക്കെ നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ എല്ലാ വീഡിയോകളും ചെയ്യുന്നതാണ്. എന്നാൽ പിന്നെ ഞങ്ങൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. എന്തൊക്കെയോ ഒരു ടാറ്റ കൊടുത്തതാണ്. മോഡലായിക്കോട്ടെ, പുതിയ മോഡലാണ്. ഓക്കെ, ബൈ.